ഭാവി കെയർടേക്കർ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് ചടങ്ങിലേക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ടീം ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അപ്പുറത്തോട്ട് എന്ത് സംസാരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടുകൂടി ഐശ്വര്യമായി ദൈവാധീനം കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഇനി തെളിയിക്കാനുള്ള വിശിഷ്ട വ്യക്തികളെയാണ് ഇനി നിങ്ങളുടെ അനുവാദത്തോടുകൂടി വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ഐ വുഡ് ലവ് ടു ഇൻവൈറ്റ് കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ ജേക്കബ് കാഞ്ഞാണി. വെൽക്കം ടു ദ സ്റ്റേജ് സർ. കേരള ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് അവർക്കും വേദിയിലേക്ക് സ്വാഗതം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബി രാകേഷ്, സ്വാഗതം സർ. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തിന് ഞാനൊന്ന് സ്വാഗതം ചെയ്യുകയാണ്. ജനറൽ സെക്രട്ടറി എവർഷൈൻ മണി, പ്ലീസ് ബി ഓൺ സ്റ്റേജ്. ഫെഫ്കയുടെ പ്രസിഡന്റ് ശ്രീ സി ബി മലൈ, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, വെരി ലെജൻഡറി ഡയറക്ടർ ലാൽ സർ, അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം. ഫിയോക്കിന്റെ ചെയർമാൻ, പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാൻ, മൂന്നുപേർക്കും സ്വാഗതം. ലിസൺ സർ, സ്റ്റേജിലേക്ക് വരാൻ ഞാൻ സ്വാഗതം ചെയ്തിരുന്നു. ഓൺ ടൈം. ജോഷി സാറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം ഉടനെ വന്നു ചേരും. ആൻഡ് പബ്ലിക് കെയർടേക്കറിന്റെ സംവിധായകൻ വിനീത് കുമാർ. നമ്മുടെ ഓഡിയോ റൈറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് സരിഗമയാണ്. സരിഗമയുടെ പ്രതിനിധി മിസ്റ്റർ ബിനു സേവ്യ, സ്വാഗതം. And of course, ദിലീപേട്ടൻ is right here on stage.
പ്രൊഡ്യൂസറും നിർമ്മാതാവുമായ ശ്രീ സാഗ അപ്പച്ചൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരൂ സർ, സ്റ്റേജിലേക്ക്. ബ്യൂട്ടിഫുൾ സർ വന്നിട്ടുണ്ട്. ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിനെ. Of course, we have Sri Anthony Perumbal here with us. Welcome to the stage, sir. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്കായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വേദിയിൽ ഒരു നിലവിളക്കുണ്ട്, 9 തിരിയുണ്ട്. അത് തെളിയിക്കാനുള്ള ഡിഗ്നിറ്ററീസ് എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ചടങ്ങല്ല, 2 ചടങ്ങാണ് ഇന്ന് ഇവിടെ തിരി തെളിഞ്ഞ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഡെഫിനറ്റ്ലി നമ്മുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ഫിയോക് ആണെന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫിയോക് ഇതാ വിതരണ രംഗത്തേക്ക് കടന്നു വരികയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. പവി കെയർടേക്കർ എന്ന ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ്. ഐശ്വര്യമായിട്ട് പവി കെയർടേക്കറിലൂടെയാണ് ഈ രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. സോ അതിന്റെയും കൂടെ ഒരു ഔപചാരികമായിട്ടുള്ള ലോഞ്ചാണ് തിരി തെളിയിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. സോ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ആ ചടങ്ങിലേക്കായി സ്വാഗതം ചെയ്യുന്നു. തിരി തെളിയട്ടെ. ഓഡിയോ ലോഞ്ച് ഓഫ് പവി കെയർടേക്കർ പ്ലസ് we have the official inauguration of FIOC's distribution company. ആദ്യ തിരികൊളുത്തി ഈ ചടങ്ങിന് ശുഭാരംഭം കുറിക്കാൻ തലമുതിർന്ന നിർമ്മാതാവും വിതരണക്കാരനുമായ ശ്രീ സാഗ അപ്പച്ചൻ സാറിനെയാണ് ഞാൻ സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ് ടേക്ക് എ നോട്ട് എവരിബഡി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26-ാം തീയതി മുതലാണ് നമ്മുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രേക്ഷകരിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ സഹകരിക്കണം, തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇതൊരു മറ്റ് സിനിമകളെ പോലെ തന്നെ ഇതും പല കോടി ക്ലബുകളിലേക്ക് ഓടിച്ചാടി കയറട്ടെ. എല്ലാവിധ ആശംസകളും നമുക്ക് ടീമിനായി അറിയിക്കാം. തിയേറ്ററിലുള്ള ഒരു നീണ്ട പ്രയാണത്തിന്റെ ആദ്യ പടിയാണ് ഡെഫിനറ്റ്ലി ഓഡിയോ ലോഞ്ച് എന്നുള്ളത്. അതിന് ഐശ്വര്യമായൊരു തുടക്കം ലഭിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫിയോക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ സിനിമയാണ് പവി കെയർടേക്കർ. This is history. This is a moment to cherish forever. ഡെഫിനറ്റ്ലി ആദ്യത്തെ സംരംഭം മികച്ച വിജയമാകട്ടെ. തിരിതെളിയുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും ഇവർ 3 പേർക്കും വേദിയിൽ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ബാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും
ഓഫ് കോഴ്സ് പ്രസിഡന്റ്. നമ്മൾക്ക് അവരെ 3 പേരെയും ഇവിടെ വേദിയിൽ വേണം. കാരണം ഇനി നടക്കാൻ പോകുന്നത് ഫിയോക്കിന്റെ ഔപചാരികമായ ലോഗോ പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് നേതൃത്വം നൽകുന്നത് ലാൽ സാർ ഉണ്ട് വേദിയിൽ. ഓൺ ബിഹാഫ് ഓഫ് ആന്റണി സാർ, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു. ഫിയോക്കിന്റെ ഔപചാരികമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ ലോഗോ ഇതാ പ്രകാശിപ്പിക്കുന്നു. ലാൽ സാറാണ് ചടങ്ങ്. ലാൽ സാർ പോകരുത്. ആശംസയുടെ വാക്കുകൾ പറയാതെ വിടില്ല. നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കും നോക്കി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു ദിലീപ്. വേറെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനകൾ നമുക്ക് കളത്തിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാവൂ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം, തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും വക നടികർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സാറിന് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെ സിനിമ തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ, ഇല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഇങ്ങനെ നമ്മുടെ സിനിമ തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടന കഴിഞ്ഞ 7-8 വർഷമായി വളരെ സജീവമായി രംഗത്തുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്ന് തോന്നിയിട്ട് ഒരുപാട് നാളായി. ഇത് ഒരു ഡൊണേഷനിലൂടെയോ ഇല്ലെങ്കിൽ പിരിവിലൂടെയോ ഒക്കെ ഒരു മന്ദിരം ഉണ്ടാക്കുന്നതിനോട് മാനസികമായി ഞങ്ങൾക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നു. അറിയാവുന്നതും ചെയ്യാൻ കഴിയുന്നതുമായ ജോലി ചെയ്ത് അവനവൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്ന ആശയമാണ് ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മലയാളത്തിലെ ചിത്രങ്ങൾ വിതരണം ചെയ്യുക
തിയേറ്റർ സംഘടനയായ ഞങ്ങൾക്ക്, കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും ഉടമസ്ഥരായ ഞങ്ങൾക്ക് തിയേറ്റർ, നല്ല തിയേറ്റർ, നല്ല സിനിമകൾ, നല്ല തിയേറ്ററുകൾ പറയുന്ന സ്റ്റേഷനിൽ റിലീസ് ചെയ്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും എല്ലാ നടീനടന്മാരുടെയും എല്ലാ സഹകരണവും ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സത്യത്തിൽ ഈ നമ്മൾ പുറത്ത് കാണുന്ന ഒരു തിളക്കമൊന്നും ഒരു തിയേറ്റർ ഉടമയുടെ ജീവിതത്തിനില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ അത് വളരെയധികം അനുഭവിച്ച ഒരു വിഭാഗമാണ് തിയേറ്റർ ഉടമകൾ. പ്രളയത്തിൽ ഒരു 3-4 തിയേറ്ററുകൾക്ക് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഫിലിം ചേംബറിന്റെ കെയർ ഓഫിൽ ഓരോ തിയേറ്ററുകളിലും 50,000 രൂപ വീതം മാത്രമാണ് കൊടുക്കാൻ സാധിച്ചത്. ചില തിയേറ്ററുകൾ ആ 50,000 രൂപ മേടിച്ചപ്പോഴും തന്നെ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അത്രത്തോളം ബുദ്ധിമുട്ട്. തിയേറ്റർ ക്ലീൻ ചെയ്ത് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ചേംബറിന് നന്ദി എന്നാണ് അവർ പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് 25 ലക്ഷം രൂപ ഒരു EMI കൊടുക്കാൻ സാധിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു തിയേറ്റർ ജപ്തി ചെയ്യപ്പെടത്തില്ലായിരുന്നു. ആ ഒരു തിയേറ്റർ ജപ്തി ചെയ്തു. കുടുംബപരമായി ഇല്ലെങ്കിൽ 2-3 തലമുറകളായി നടത്തിക്കൊണ്ടുവന്ന ആ തിയേറ്റർ ജപ്തിയിലേക്ക് പോയി. ആ തിയേറ്റർ നന്ദിതരപ്പെട്ടു. അപ്പോൾ ഈ സൈസ് സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നി തിയേറ്റർ സംഘടനകളുടെ കൈവശം ഒരു ഫണ്ട്, ഒരു കരുതൽ നനം ഉണ്ടാകും. ഒരു അത്യാവശ്യ സമയത്ത് ഒരു തിയേറ്ററിനെ സഹായിക്കാനായി കടമായി നൽകാനെങ്കിലും ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകും. ഈ സൈസ് ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് കാലുകുത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊന്നിനും ഒരു സ്ഥാനവുമില്ല. ചിത്രങ്ങൾ വിതരണം ചെയ്യുക, ഈ തിയേറ്റർ ഉടമകളുടെ ഈ കാര്യങ്ങൾ ഇത് ചെയ്യുക. അത് കൂടാതെ തന്നെ നമുക്കറിയാം, മലയാള സിനിമ ഉണ്ടായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രൊഡക്ഷനിലായാലും ഇല്ല മറ്റ് സാങ്കേതിക രംഗത്തായാലും അനവധി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ വിതരണ രംഗത്തോ ആദ്യം ഉണ്ടായ അതേ രീതിയിൽ തന്നെ. കാര്യം ആ പെട്ടി കൊണ്ടുവരുന്ന രീതിക്ക് മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ക്യാമ്പിലും റെപ്രസെന്റേറ്റീവ് പോകുന്നു, എല്ലായിടത്തും പോസ്റ്റ് ഒട്ടിക്കുന്നു. നാഷണൽ ഹൈവേയുടെ 2 സൈഡും പോസ്റ്റ് ഒട്ടിക്കുന്നു. ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളൊരു വിഷയമാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനൊരു വിതരണ കമ്പനിയിൽ ഇവിടെ എന്തിനാ പോസ്റ്റ് ഒട്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ വഴിയാണ് ഈ പടത്തിന് നിർമ്മാതാവും പ്രധാന നടനും പോകുന്നത്. ആ പ്രധാന നടനും നിർമ്മാതാവും പോകുന്ന വഴിയിലാണ് പോസ്റ്റ് ഒട്ടിക്കുന്നത്. അല്ലാതെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തങ്ങുന്ന ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ അല്ല. അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു നിർമ്മാതാവിന് ഏറ്റവും കുറഞ്ഞത് 30 ലക്ഷം രൂപ, 30% കാശ് ലാഭിക്കാമെന്നാണ് ഞാൻ കണക്കൂട്ടിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി കുറച്ച് നാളായിട്ട് പഠിച്ച്, കുറച്ച് നാളായിട്ട് കണക്ക് കൂട്ടി കൃത്യമായ ഒരു നിഗമനത്തിലും കൃത്യമായ ഒരു പ്രവർത്തന രീതി ആവിഷ്കരിക്കണം എന്നുള്ള ഉദ്ദേശത്തിന് ഓർത്താണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഓരോ പ്രൊഡ്യൂസറുടെയും 30% പൈസയെങ്കിലും ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ലാഭിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ നിരന്തരമായി ഈ രംഗത്തുണ്ടാവും. പിന്നെ ഈ ചിത്രത്തെ പറ്റി ശ്രീ ദിലീപിന്റെ പവി എന്ന ചിത്രം തന്നെ അദ്ദേഹം ചെയർമാനായ ഈ സംഘടനയ്ക്ക് വിതരണത്തിന് നൽകിയതിലൂടെ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം കാണിച്ചത്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആരാധരായ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ ഈ കേരളത്തിലെ ഓരോ തിയേറ്റർ ഉടമകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രാർത്ഥനകൾ കൂടി ഈ പടത്തിന് പിന്നിൽ ഉണ്ടാകും എന്ന് 100% ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഞങ്ങളുടെ ഈ ആദ്യത്തെ സംരംഭം തന്നെ ഒരു വൻ വിജയമാകും. ശ്രീ ദിലീപിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഉന്നതമായ പ്രോജക്റ്റ് ആകും ഇത്. ഏറ്റവും പണം വാരി പടമാകും ഇതെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ആ നാക്ക് പൊന്നാകട്ടെ. അതിനായി ചിത്രത്തിന്റെ അഭിനേതാക്കളെയും സാങ്കേതിക പ്രവർത്തകരെയും ഒക്കെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഒപ്പം ചിത്രത്തിന്റെ ഓഡിയോ അവകാശം നേടിയ സരിഗമയുടെ പ്രതിനിധി ശ്രീ ബിനു സേവ്യർ, അദ്ദേഹത്തിനും സ്വാഗതം. ആൻഡ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്, അതായത് ഓഡിയോ ലോഞ്ച് നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ദി ലെജൻഡറി മൂവി മേക്കർ ജോഷി സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടുഗദർ വിത്ത് ഹിം ഐ വുഡ് ഓൾസോ ലവ് ടു ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് ശ്രീ CB മലയിൽ ആസ് വെൽ. ഒന്നുകൂടെ എല്ലാം പറയണോ? നമ്മളുടെ അഭിനേതാക്കള്, നമ്മളുടെ സാങ്കേതിക ദിലീപേട്ടന് വന്നാൽ എല്ലാവരും പുറകെ വന്നോളൂ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളുടെ
സിനിമയുടെ ഡയറക്ടർ ശ്രീ വിനീത് കുമാർ സർ is right there. അനുകേട്ട സ്റ്റേജിലേക്ക് വരണം. ശ്രീ റോഷൻ ചിറ്റൂർ, അദ്ദേഹത്തിന് സ്വാഗതം. നിങ്ങളൊക്കെ മാറി നിൽക്കേണ്ടവരാണോ? ഞാൻ പ്രത്യേകം വിളിക്കേണ്ട കാര്യമുണ്ടോ? വി ഓൾ ഫാമിലി റൈറ്റ്? വരൂ സ്റ്റേജിലേക്ക്. ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു. ഓഡിയോ ലോഞ്ച് ഇതാ വേദിയിൽ നിർവഹിക്കപ്പെടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ട്, ജോഷി സാറുണ്ട്, സിനിമയിലെ സംവിധായകരുണ്ട്, സരിഗമയുടെ പ്രതിനിധിയുണ്ട്. സോ ladies and gentlemen, പവി കെയർടേക്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. Let's give a huge round of applause. Come on everybody, please. മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ നമുക്ക് അത് കേൾക്കാം. വളരെ സന്തോഷം വേദിയിലേക്ക് വന്നത്. മനോഹരമായി നമ്മുടെ ആ ചടങ്ങും അവസാനിച്ചു. താങ്ക് യു സോ മച്ച് ജോഷി സർ. താങ്ക് യു സോ മച്ച് എവറിബഡി. പ്ലീസ് ഹാവ് എ സീറ്റ് ബാക്ക്. മലയാള സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന വിഭാഗത്തിൻ്റെ അപ്പെക്സ് ബോഡിയാണ് കേരള ഫിലിം ചേംബർ. അതിൽ ഇപ്രാവശ്യം പ്രദർശന വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ചേംബർ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. 7 വയസ്സ് പ്രായമുള്ള ഫിയോക് എന്ന് പറഞ്ഞ സംഘടന ഇങ്ങനൊരു ഉദ്യമത്തിന് ഇറങ്ങുകയും അതിന് ഫിയോക്കിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും ഇവിടെ വേദിയിൽ തുടക്കം കുറിച്ച് നല്ലൊരു തുടക്കമാണ്. ആദ്യമായി ചേംബറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഗ്രാൻഡ് പ്രൊഡക്ഷൻസിനും ഫിയോക്കിനും ചേംബറിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. കൂടാതെ ഈ സിനിമ വൻപിച്ച വിജയമാകണമെന്ന ആഗ്രഹം ഞങ്ങളെപ്പോലെയുള്ള സിനിമാ തിയേറ്ററുകാർക്കുള്ളതാണ്. അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ്. കൺകെട്ട് എന്ന സിനിമയിൽ ഒരു ഡയലോഗുണ്ട്, ആരുണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പൊക്കോണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങളും ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു
ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ അല്ല, അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി കെയർ ടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു ലിസൺ. ബുദ്ധിയുള്ള പ്രൊഡ്യൂസറാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടല്ലേ സംസാരിക്കുന്നത്. ആൾറെഡി നമ്മുടെ ലിസ്റ്റിൻ ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പിന്നെ വിജയകുമാർ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്നും ഒരു പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ അങ്ങനെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടർ വിതരണത്തിന് കൊണ്ടുവരും, എക്സിബിറ്റർ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഇത് ആരും എങ്ങനെ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇത് എന്ത് പറയണ നമ്പർ വൈസ് വരികയാണെങ്കിൽ അങ്ങനെ വരാൻ സാധിക്കുള്ളൂ. ഇപ്പം ഏതായാലും ഫിയോക്ക് സപ്പോസ് ടു ബി ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രിയാണ്. അവർ ചുമ്മാ എന്ത് പറഞ്ഞാലും ദാരിദ്ര്യം പറഞ്ഞാലും ഇല്ല. ദേ ആർ ദ റിച്ച് പീപ്പിൾ. ബിക്കോസ് അവരായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം, അവരുടെ ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവരുണ്ടാക്കിയ പ്രോപ്പർട്ടി അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും പടം എടുത്ത് ഓടണം, അത് വേറെ കാര്യം. എനിക്ക് വിജയകുമാറും കാഞ്ചാനി ജാക്കപ്പും കൂടെ അവരുടെ കൂടെ 5-6 പേരും കൂടി ചേർന്ന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ രംഗത്തിൽ വന്നു. എൻ്റെ ഒരു ആഗ്രഹം അവർ പ്രൊഡക്ഷനിൽ കൂടി വരണം ഇമ്മീഡിയറ്റ് ആയിട്ട്. വന്നാൽ യു വിൽ ബി മേക്കിംഗ് 2020 ദിലീപ് ഉണ്ടാക്കിയതുപോലെ. ദിലീപ് ഉണ്ടാക്കിയെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ അമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിനടുത്ത് എൻ്റെ ജോഷിയാണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ ഡയറക്ടർ ജോഷിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒരു പ്രൊഡക്ഷൻ രംഗത്ത് വരിക. യു ആർ മോസ്റ്റ് വെൽക്കം ടു ഓൾ ദ 3 sectors of the film industry. All the best to Fiyok and also to Dilip for Pavi the caretaker. All the best. Thank you. വളരെ വളരെ നന്ദി സാർ. പ്രൊഡക്ഷൻ ബോയ് മുതൽ അവിടെ അങ്ങോട്ട് പ്രേക്ഷകരുടെ കൈകളിലേക്ക് ആ സിനിമ എത്തുന്നത് വരെയുള്ള സകല കാര്യങ്ങളും മനസ്സിലിട്ട് ഉരുത്തിരിഞ്ഞ് ആ സിനിമ ഊതിക്കാച്ചിയെ പൊന്നുപോലെ ഒരുക്കിയെടുക്കുന്നത് ഡെഫിനറ്റ്ലി അതിന്റെ സംവിധായകനാണ്. ആൻഡ് ഹി നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ. കാരണം കുറെ നാൾ അദ്ദേഹം ജനിച്ചതും പിന്നീട് വളർന്നതും ഇപ്പൊ ജീവിക്കുന്നതും ഒക്കെ സിനിമയിലാണ്. 1988 ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ആൻഡ് ദെൻ in 2015 he pivoted into direction. അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെ his last film was Dear Friend, and now it is all about Pavi Caretaker. Please speak about your movie. ആദരണീയരായ ജോഷ് സാർ, മണി സാർ, ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി താങ്ക് യു സോ മച്ച്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ 26 റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയുടെ കഥ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് 2ാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ 2ാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. പക്ഷെ ഇത് ഫഹദ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ലാന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാജേഷിനോട് ചോദിച്ചു, ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും. അപ്പോൾ എൻ്റെ മനസ്സിൽ
ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങൾ ഇനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയില്ല, കാരണം ഞാനും ദിലീപേട്ടനും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കഥ പറയാൻ, അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അയാൾ ഞാനല്ല, ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്ത് പറഞ്ഞു, ഫഹദ് എൻ്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട്, പക്ഷെ ആ കഥ എനിക്ക് ദിലീപേട്ടൻ്റെ അടുത്ത് പറയണം, വാ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപേട്ടൻ, പാച്ചിക്കയുടെ പടത്തിൽ, വാപ്പച്ചിയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപേട്ടൻ്റെ കേരളത്തിൽ ചെന്നിരുന്നു. പക്ഷെ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതല്ല ദിലീപേട്ടൻ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി. എനിക്കത് ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ശ്രമം മുമ്പ് നടത്തിയത്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്, ലാൽ ജോസ്. അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ടും ഇഷ്ടമായി, ഇനി ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്, ബെസ്റ്റ് ദിലീപാണ് ഇതിന് ഏറ്റവും ആപ്റ്റ്. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്. ലാലുവേട്ടനാണ് ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത്, ദിലീപ് ഞാനൊരു കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുവേട്ടനാണ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവേട്ടനും കൂടാണ്. അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപേട്ടൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സിനിമ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ആലോചിച്ചിട്ടില്ല. വേറെ ആലോചിക്കണ്ട, ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ്, അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു. പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു. കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ കോവിഡ് വരുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടായി. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത്. ഷൈജു ഖാലിദും സംയുക്ത താഹിറും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു. അങ്ങനെ ടൊവിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു. ഇത്രയും കാലഘട്ടം, അല്ലെങ്കിൽ 2019 ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് 2024 ഇറങ്ങുന്ന സമയത്ത്, 2024 ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, രാജേഷിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ രാജേഷിനോട് ചോദിച്ചു, രാജേഷ് ഇത് എഴുതാൻ എത്ര സമയം എടുക്കണം? ഒരു 2 മാസം കൊണ്ട് ഞാൻ എഴുതി തരും, അത് കുഴപ്പമില്ല. നമ്മൾ റൂം എടുക്കുന്നു, 2 മാസം എഴുതുന്നു. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ രാജേഷിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിലുണ്ട്, ഞാനത് അപ്പോൾ പറഞ്ഞില്ല. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രാജേഷിനോട്, രാജേഷ് ഈ ഡ്രാഫ്റ്റ് ഇനി ഞാൻ പൊളിക്കാൻ പോവാണ്, തുടങ്ങാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ രാജേഷിൻ്റെ മുഖമൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഏറ്റവും അതിൻ്റെ എന്താ പറയുക, എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ദിലീപേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താ പറയുക ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ ഈ നിലയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം, ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ VFXന്റെ ഡീറ്റെയിലിങ്ങുമായിട്ട് അദ്ദേഹം 12 മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോവുകയും, ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അന്ന് രാത്രി 10:30 ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി 11:30 വന്ന്, അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി. അങ്ങനെ 12:30 ഞങ്ങൾ സ്ക്രിപ്റ്റ് വായന തുടങ്ങി, പുലർച്ചെ 3:30 വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ്. അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അത് ഒരു വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേട്ടൻ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.
നമ്മളെല്ലാരും ഒറ്റയ്ക്ക് കൂടെയുണ്ട്. വിനീത്, ഓൾ ദി ബെസ്റ്റ് യു. 5 വർഷമെടുത്ത് ഊതിക്കാച്ചി ഒരുക്കിയ പൊന്നാണ്. അത് മുത്ത് പോലത്തെ ചിത്രമാവട്ടെ, പ്രേക്ഷകരെ കൈയടി മാത്രം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ആൻഡ് while you have your seat back, ഇതൊരു ലോങ് പ്രോസസ് ആയിരുന്നു. 5 വർഷം എടുത്താണ് ഈ സിനിമ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തെടുത്തതെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന മറ്റൊരു പേര് കൂടെ ഞാൻ ഉറക്കെ പറയുന്നു, രാജേഷ് രാഘവൻ. ഹീസ് ദി സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് ദ മൂവി ആൻഡ് പല ഡയറക്ടേഴ്സും പലപ്പോഴായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഇസ് ദി റിയൽ ഹീറോ എന്നുള്ളത്. സോ മനോഹരമായ ഈ തിരക്കഥ ഒരുക്കിയ വ്യക്തികളുടെ വാക്കിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്രയും ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് വളരെ ചെറിയ ഒരു, എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തുനിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരം ഒരു യാത്രയിലാണ്. അതുപോലെ പവിത്രനെ നമ്മുടെ ഒരു രാത്രിയിൽ ചില പരാജയങ്ങൾ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ബൈക്കെടുത്ത് ഞാൻ ലുലുവിൻ്റെ അവിടെ, ഇപ്പോൾ ആ തട്ടുകട അവിടെ നിന്ന് മാറ്റി ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്, ഖൈബർ. അത് ചിലർക്കൊക്കെ അറിയാം, മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യി നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രൈസ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായയും ക്രൈസ് ബിസ്ക്കറ്റും കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി ചിരിച്ചു. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാം, ഞാൻ ചോറൊക്കെ ഒന്ന് സുഖമായിട്ടിരിക്കാൻ നമ്മ വിചാരിച്ചോട്ടെ, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഏകദേശം 12 വർഷം അയാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ, കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ, അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയില്ല. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്രയും ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഹോണ്ട് ചെയ്തുകൊണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ്, ചിത്രീകരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്. അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്. പവിത്രൻ സ്നേഹമുള്ളവനാണ്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട്, അത് കാലതാമസം വന്നെങ്കിൽ പോലും അത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പം പോലെ നമ്മളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, അതിൻ്റെ എല്ലാ കൈയടക്കത്തോടെയും അതിൻ്റെ എല്ലാ ഇതോടുകൂടിയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കാത്തിരിപ്പിനെ പറ്റി യാതൊരു വേവലാതിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര തവണ മാറ്റി എഴുതാൻ പറഞ്ഞാലും, എത്ര തവണ ഇംപ്രോവൈസ് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ പോലും ഞാൻ അതിലൊരു മുഷിവ് കാണിക്കാഞ്ഞത്. പവിത്രൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. പവിത്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.
ഗായത്രി പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവനാവട്ടെ. ഓൾ ദി ബെസ്റ്റ് രാജേഷേട്ടാ. മനോഹരങ്ങളായ ഗാനങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതം നമ്മൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സംസാരം നമുക്കിപ്പോൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സംസാരിക്കാൻ എത്രമാത്രം കഴിവുള്ളതെന്ന് അറിയില്ല. ഈ ഫംഗ്ഷൻ തുടങ്ങി ഞാൻ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നിമിഷം കുറച്ചൊന്ന് പുറകിലോട്ട് പോയി. കാരണം തിരി തെളിയിച്ചപ്പോൾ ദിലീപേട്ടനും ലാൽ സാറും നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഒരു എംബാരസിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാനൊരു സിനിമയിൽ വെച്ച് ചുറ്റുമുള്ള ഓഡിയൻസ് എന്നോട് ചിരിയുടെ വോളിയം കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമ കല്യാണരാമനായിരുന്നു. അപ്പൊ ആ തിരി തെളിയിക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോയി. അപ്പോൾ സിനിമയിൽ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് വർഷമായി, മലയാളത്തിൽ ഇപ്പം 2-3 വർഷമായി. പക്ഷെ എന്നാലും ദിലീപേട്ടൻ്റെ കൂടെ ഒരു പടം, അതും ദിലീപേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്ന് എൻ്റെ മനസ്സിലേക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നത്. അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ദിലീപേട്ടൻ, താങ്ക് യു സോ മച്ച്. പിന്നെ വിനീതേട്ടൻ, ഇപ്പം രാജേഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ എത്ര കറക്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുഷിവും വന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വിനീതേട്ടൻ എന്നെ മ്യൂസിക്കലി വളരെയധികം എൻ്റെ ബെസ്റ്റ്, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ എന്നെ പുഷ് ചെയ്ത ഒരു ഡയറക്ടറാണ്. പക്ഷെ അതുപോലെ തന്നെ അതെനിക്ക് വളരെയധികം ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഡയറക്ടറാണ്. അപ്പം അതിന് വിനീതേട്ടനോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ എപ്പോഴും ഒരു സിനിമയുടെ അവസാനത്തോട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പം അതിന് മുന്നേ ഉള്ള എല്ലാവരും അവരുടെ വർക്ക്, ഇപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും രാജേഷ് ഏട്ടനും എല്ലാവരും അവരുടെ വർക്ക് നന്നായി ചെയ്യുമ്പോഴാണ് എനിക്കും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുന്നത്, അതിൽ നന്നായിട്ട് മ്യൂസിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എല്ലാവരും കേട്ട് ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും കാലം എന്നോട് ഇന്നിപ്പം നമ്മുടെ ആക്ട്രസസിലെ റോസ്മിൻ എന്ന് ചോദിച്ചു, ചേട്ടൻ പടം കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു 500 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം അത്രയും തവണ ഇത് സ്കോർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക, ഇപ്പോഴും ബോർ അടിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ പവിയുടെ ജേർണിയിൽ വളരെയധികം ഇൻവോൾവ് ആണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം 26-ാം തീയതി റിലീസ് ആവാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. രണ്ടുപേരും പാടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പടം ഇപ്പോ ഈ സിനിമയിൽ ആദ്യം റിലീസ് ചെയ്ത് പിറകിലാരോ വിളിച്ചോ എന്ന് പറഞ്ഞ പാട്ടാണ്. ഷിബു ചക്രവർത്തി സാർ എഴുതിയ. കപിലനാണ് ഒറിജിനൽ പാടിയിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ അത്ര പറ്റില്ലെങ്കിലും ഞാൻ 2 വരി പാടാം. പിറകിലാരോ വിളിച്ചോ, മധുര നാരകം പൂത്തോ, അകലെ മുകിലിന് പിറകിൽ പനിമതി വെറുതെ എന്തിനൊളിച്ചു, മുറിയിൽ കഥകിന് വെളിയിലൊരു കിളി പതിയെ ഒന്നു ചിലച്ചു. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ പാടാൻ ഒരു ചമ്മലുണ്ട് കേട്ടോ. താങ്ക് യു സോ വെരി മച്ച്. അപ്പോ നേരത്തെ കേട്ട പാട്ടിന്റെ ബാക്കി നമുക്ക് തിയേറ്ററിൽ കാണാമെന്ന് പറഞ്ഞു. ഇപ്പൊ കേട്ട പാട്ടിന്റെ ബാക്കി നമുക്ക് ഇപ്പൊ തന്നെ കാണാം. 5 വർഷമെടുത്ത സിനിമയുടെ കംപ്ലീഷൻ എന്ന് പറഞ്ഞ പോലെ ഈ നായികമാരെ കണ്ടെത്തുന്നത് ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നായികമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഉദ്യമം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അത് ഭംഗിയായി നിർവഹിച്ച ഇതിന്റെ സംവിധായകനെ ഞാനത് ഇൻവൈറ്റ് ചെയ്യണം വേദിയിലേക്ക്. Vineet, please join me back on stage so that you can introduce the heroines of the movie. നമസ്കാരം. ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു. അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു. അതിൽ ഒത്തിരി പേര് വന്നു. അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഈ
അന്വേഷണം തുടർന്നു. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി, അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ്, അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ്, അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ച് പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന 5 പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം. ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം, മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, മാലിനി കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതുപോലൊരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ. ചേട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു, ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ, ഇങ്ങനൊരു ഓഡീഷൻ ഉണ്ട്, ആ ദിവസം വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, പാടാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് ബെൽറ്റാണ് മോള് ഇങ്ങനെ. അപ്പോൾ ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്, കാരണം ഫൈറ്റൊന്നും ഇല്ല സിനിമയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അച്ഛൻ എന്തിനാണ് പാടുന്നത്? പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മാലിനി എങ്ങനെയാണോ, മാലിനിയുടെ വീട് എങ്ങനെയാണോ, മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത്. അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു. എൻ്റെ സിനിമയിലുള്ള ആദ്യത്തെ ഹീറോയിൻ കാസ്റ്റിംഗ് ജൂഹി ആയിരുന്നു. ജൂഹിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Let's welcome ജൂഹി ജയകുമാർ on stage. നമ്മുടെ 5 നായകന്മാരിൽ ആദ്യത്തെ ആള്. രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ ഓഡീഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു. അപ്പോഴൊന്നും ഞാൻ ശ്രേയയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ, അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്തല്ല അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയയുടെ 1-2 പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയമായിട്ട് സംസാരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയയെ മീറ്റ് ചെയ്തത്. ഇങ്ങനൊരു കഥയാണ്, ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പി ആയിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെൽക്കം ശ്രേയ രുക്മിണി. Presenting before you hero number 2 of the movie, Shreya Rukmini. Welcome Shreya. അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്തു. പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂഹി ജയകുമാർ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഇതെൻ്റെ ലൈഫിലൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച് ദിലീപ് സാർ, വിനീത് സാർ, രജിത് സാർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളുടെ പടം പവിക്കേത്തേക്ക് April 26 റിലീസ് ആവാണ്. നിങ്ങളെല്ലാവരും പടം കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ജൂഹിയുടെ അച്ഛനും വന്നിട്ടുണ്ടോ? എവിടെ അച്ഛാ? നന്നായിട്ട് പാടുന്നു കേട്ടപ്പോ ഒരു ആഗ്രഹം ഒന്ന് കാണാം. അച്ഛൻ എവിടെ? എവിടെയോ ഇരിപ്പുണ്ട്. പ്രത്യേക അന്വേഷണം ഞങ്ങളുടെ വക. പിന്നെ ഉള്ളത് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതിന് കാണിക്കാനുള്ള സ്കോപ്പ് നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം. ദിൽഡ. വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി, ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ള. ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല. സോ ഞാനൊരു സുംബ ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇതിൽ AD ആയിരുന്നു. അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവി ഉണ്ട്, ദിലീപ് സറാണ്, വിനീത് സറാണ് ഡയറക്ടർ, അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ വരുന്നത്. ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ
ഇപ്പം ഞാൻ 1-2 മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പോലത്തെ ഒരാൾക്ക് ഇതൊരു എന്താ പറയുക വളരെ ആപ്റ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. വളരെ കംഫർട്ടബിൾ എന്ന് പറയാം. ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി, വാസ് ലൈക്ക് സോ ഫ്രണ്ട്ലി. പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ്. ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്രയും എൻ്റർടൈനിങ് ആണ് എപ്പോഴും. നമ്മളുടെ അടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ കൈൻഡായിട്ടാണ്. സോ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് അസ്. ഈവൻ വിനീത് സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ, അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്നൊരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല. സോ ഓൾ ഇൻ ഓൾ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. And so from all of you, we are seeking your blessings for this movie. Pray for us and please go and watch Pavi Caretaker on April 26th. Thank you. ഉറപ്പായിട്ടും. And now Swati, ഒന്ന് സംസാരിക്കല്ലേ, പറയൂ. How was your experience? സ്വാതി ബാംഗ്ലൂരിൽ നിന്നാണ്. മലയാളം അറിയില്ല സ്വാതിക്ക്. തമിഴ് பேசலாம் സ്വാതി, തമിഴ் தெரியும். ஹலோ, எல்லாருக்கும் குட் ஈவினிங். இது என்னோட மலையாளம்ல ஃபஸ்ட்டு சினிமா. கன்னடத்தில் பண்ணியிருக்கேன், ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது. புது டீம், ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணியிருக்கிற ஒரு சினிமா இது. அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன். லைக் நம்மளோட டைரக்டர் வந்து வினீத் சார், திலீப் சார், அண்ட் நம்ம க்ரூ, நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ. எனக்கு நல்ல சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில். எல்லாரும் சப்போர்ட் பண்ணாங்க. ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில். போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு. தேங்க்யூ ஸோ மச். April 26th வந்து இந்த சினிமா ரிலீஸ் ஆக போகுது. ப்ளீஸ் எல்லாரும் சினிமாஸ் ஆக்சுவலி எல்லாரும் தியேட்டருக்கு போங்க, சினிமா பாருங்கள். தேங்க்யூ ஸோ மச். பிளஸஸ். റോസ്മി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത്, പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട്. കാരണം വിനീത് സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതിലൊരു ഫോട്ടോ കണ്ടിട്ടാണ് വിനീത് സാർ എന്നെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേയുള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിൽ ഫേസ് കാണണമെന്ന്. സോ അതിവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ടൊന്ന് കണ്ണു നിറഞ്ഞു പോയി. സോ ആ ഒരു മൊമെന്റ്, താങ്ക് യു സോ മച്ച് വിനീത് സർ ആൻഡ് ദിലീപേട്ട, പിന്നെ എല്ലാ ക്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി. എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എൻ്റെ ലൈഫിലിത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു പാർട്ടാണ്. സോ താങ്ക് യു സോ മച്ച് ഓൾ എവ്രി വൺ. താങ്ക് യു. ആ വിസിലടിക്കുന്ന ആളെ കാണുന്നില്ല, അച്ഛനെയും കണ്ടില്ല ഇതുവരെ. പോട്ടെ, ഇത് നമുക്ക് ശ്രേയക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. പറയൂ. ഹലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് എല്ലാം ഞാൻ മറന്നുപോയി. എന്തായാലും ആദ്യത്തെ പടമാണ്. അതിങ്ങനെ ഒരു ബാനറിന്റെ കൂടെ ദിലീപേട്ടന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വിനീതേട്ടൻ പറഞ്ഞ പോലെ വിനീതേട്ടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പടമുണ്ട്, ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാന്നുള്ള പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല. പിന്നെ പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിനീതേട്ടനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ വിനീതേട്ടൻ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും. പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിലിരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി. അത് ഞാൻ ട്യൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത്
ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, നിന്റെ കാര്യത്തിലേക്ക് ഡയലോഗിന്റെ കാര്യത്തിലേക്ക് ഭയങ്കര പേടിയുണ്ട്, നീ ഡയലോഗ് മറന്നു പോവോ എന്നുള്ളൊരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒന്നാമത്തെ ദിലീപേട്ടന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടന്റെ കൂടെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇത്രയും കാലം CD മൂസ, മീശ മാധവൻ, കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാള്, ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ, എങ്ങനെയാ മീറ്റ് ചെയ്യണ്ടേ, ഒരു സ്റ്റാർട്ടിങ് ഷോപ്പിൽ അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ കംഫേർട്ട് ആക്കി എന്നുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ വിചാരിക്കും, നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ, സ്ക്രിപ്റ്റിൽ എഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും. പക്ഷെ അത് ഇംപ്രവൈസ് ചെയ്ത് കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങളിടും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മള് അതിന് കണക്കായിട്ട് ഓക്കെ, അപ്പൊ ഞാൻ കയ്യിൽ പോവും. അതാണ് സത്യം. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ, എന്ത് ചെയ്യും, അടുത്ത ടേക്ക്, ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയർ ആയി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളെ കൂടെ ഇംപ്രവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലെസൺ ആണ് എല്ലാ രീതിയിലും. ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും ഒന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോ ഇത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു, അതായത് നമുക്കറിയാം ദിലീപേട്ടൻ ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലും നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ദിലീപേട്ടന്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു. അത്രയും ജോവിയൽ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു നമ്മുടെ. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ്, ഫണ്ണായിട്ടുള്ള കുറച്ച് ഡേയ്സ്, അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ ശ്രേയ മറന്ന കാര്യങ്ങളും ബാക്കി എല്ലാവർക്കും ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കാനും നമുക്കിതെല്ലാം ആസ്വദിക്കാനുള്ള സമയമാണ്. ദിലീപേട്ടനൊക്കെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ എന്നെ ഫുൾ ത്രൂ ഔട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്. അതായത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയപ്പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല, കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്കും വലിയ വേഷം നിന്ന ഒരാളല്ലേ. പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട, എന്നാലും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാള് സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നത് ദിലീപേട്ടനെക്കാട്ടും മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗതിയായിട്ടുള്ള സിനിമകൾക്ക് രചന നിർവഹിച്ച ഒരാളാണ്. എന്നെ അന്ന് സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കനെ സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഹരിശ്രേശവനെ സലികുമാറിനെ ആരെങ്കിലും വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമ, രാജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് എതിരുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസൻ ചേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല,
എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. ദിലീപേട്ട, നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അങ്ങനെ കുറച്ച് നേരമായി നമ്മളിവിടെ കൂടി കാര്യപരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ 3 പാട്ട് കേട്ടു, ടീച്ചർ കൊണ്ട് ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഏതാണ്ട് ഒരു ടൈലന്റ് ആയിട്ടുണ്ട് ഇവന്റിന്റെ. പക്ഷെ ടൈലന്റിലാണ് എപ്പോഴും ട്വിസ്റ്റ് സംഭവിക്കുക. ഇന്നത്തെ ഒരു ചടങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവും ടൈലന്റിലേക്കാണ് നമ്മൾ മാറ്റിവെച്ചത്. മറ്റൊന്നുമല്ല, ടീച്ചർ കണ്ടു, ട്രെയിലർ, അബിബി പിടിച്ച് സിനിമ നമ്മൾക്ക് മുന്നിലേക്ക് സമ്മാനിക്കാൻ പോകുന്ന ദിലീപേട്ടന് സംസാരിക്കാനുള്ളത് കേൾക്കാനുള്ള സമയമാണ്. Let's give a huge round of applause for this wonderful actor par excellence, our very very dear Dileep. Ladies and gentlemen, സ്വാഗതം വേദിയിലേക്ക് ദിലീപേട്ട. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിന്റെ ലോഞ്ചാണ്, ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ പ്രസിഡന്റായ ഫിയോക്കിന്റെ പ്രസിഡന്റായ വിജയകുമാർ വിജയേട്ടനോട് പ്രസംഗിക്കുകയുണ്ടായി. എന്നെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടുപിടിച്ച വിജയേട്ടന്റെ ഒരു ആശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല. ശരിക്കും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ് ജിയുടെ സിനിമകൾ എങ്ങാനും നമ്മൾക്ക് എങ്ങനെയാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്റർ ഉടമയാണ്. അപ്പൊ ലിസ്റ്റിന്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്. കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിന്റെ പടങ്ങളാണ്. അപ്പൊ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷന് ഇരിക്കാൻ അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു. അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കള്, അതുപോലെ തന്നെ
എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാരൻ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എന്റർടൈൻമെന്റ് ആണ്. ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ, പല വേഷത്തിൽ നമ്മൾ ശ്രമിക്കും. ഇന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ, രാജേഷ് രാഘവൻ നന്നായിട്ട് എഴുതിയൊരു കഥ. ഈ സിനിമ പവി കെയർടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. കാരണം ദിലീപിന്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ CEO ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലെ ആൾക്കാരും പറയുന്നത്, നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞങ്ങൾക്ക് കുറെ ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം. നിങ്ങൾ അങ്ങനെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവി കെയർടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ. അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദിന്റെ മെക്കെട്ട് കയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിന്റെ മെക്കെട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ആദ്യ നായകനാണ് ഞാൻ. അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായികമാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവർ 5 പേരും കഴിവുള്ളവരാണ്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ്, നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവറിയാം. അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിന്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിന്റെ ക്യാമറമാൻ സനു താഹിർ. സനുവിന്റെ നല്ല വർക്കാണ്. സനു ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണിനെ നിങ്ങൾക്ക് അറിയാം. എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡ് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോ അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ. മാഡത്തിന്റെ രാധി ചേച്ചിയുടെ അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, നാളെ ഇലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന 2ാമത്തെ ചിത്രമാണ് രാമലീലന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതില് റിട്ടയേർഡ് SI മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഈ വേദിയിൽ എന്താ പറയാ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26 നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം
ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം, അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം എടുത്തപ്പോൾ പറഞ്ഞു, ജേക്കബേട്ടൻ പറഞ്ഞു 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം, അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.